അല്ല മൂസ, എന്നെ അങ്ങാടിക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ എന്നെ തെരഞ്ഞു വന്നാള. കുട്ടേട്ടാ, ഞാനിപ്പോ വല്ലാതെ അങ്ങാടിക്കണ്ട് ഇറങ്ങലില്ല. എന്റെ വീടിന്റെ അവസ്ഥകൾ കണ്ടില്ലേ? 2 പെങ്ങന്മാരെ കെട്ടിക്കാനുള്ളത്. വീട് പണി എങ്ങനെ തീർക്കണം, അവരെ കെട്ടിച്ച് വിടും വേണം. എനിക്കിപ്പോ ഒരു ജോലി ഇങ്ങനെ ശരിയായിട്ടുണ്ട്. അല്ല, ഈ ആദ്യം ഖത്തറിലല്ലായിരുന്ന? അങ്ങോട്ട് തന്നെയാണോ ഇനി പോണത്? ഞാനിന്ന് അങ്ങോട്ടല്ല പോണത്, ഞാൻ വേറെ സ്ഥലത്തേക്കാണ്. ഞാൻ ഖത്തർക്കല്ല, കുറച്ച് ദൂരത്തേക്കാ പോണത്. ഈ ഖത്തറിൽ ജോലിക്ക് പോയിട്ട് ഈ 1500 രൂപ കൂലി കിട്ടും. അതിപ്പോ വീട്ടിലെ ചെലവ് കഴിയാൻ തന്നെ തെയ്യുള്ളൂ. നിങ്ങളിങ്ങോട്ട് പേര് നമുക്ക് ചായ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആ 2 ഉടായ്പകൾ ഇങ്ങോട്ടാണല്ലോ കണ്ടത്. ആ കൂടുള്ള ഖത്തർ ക്യാൻസലാക്കി വന്നാണ്. ആ ഒപ്പുള്ളോണ്ടല്ല ഒരു പണിക്കും പോകില്ല, കൊലം തരികരാണ്. ഓൻ എന്ത് ഉടായ്പായിട്ട് നമ്മളെത്തി വരണമെന്നാണോ? സുഖല്ലേ? 2 ചായ ഇട്ടേക്കാണ്. 2 ചായയൊക്കെ തരാം. ഇജ് ഖത്തർ ക്യാൻസൽ കുറയില്ലേ? പിന്നെ ഇജ് വിസം നോക്കിയല്ലേ? ഇവന്റെ കൂടെ നടന്നാല് എന്റെ ഉള്ള പണിയും പോകും. കുട്ടൻ നമ്മളാളല്ലേ, അതൊന്നും സാരമില്ല. എനിക്ക് വിസ റെഡി ആയിക്കണ്, അമേരിക്ക പോവാണ്. ടിക്കറ്റും ഞാൻ എടുത്തേക്കണ്. അടുത്ത ആഴ്ച ഞാൻ പോവും. ഈ കോൺസിലേജ് അമേരിക്ക പോണത് അവിടേക്ക് നല്ല സ്റ്റാൻഡേർഡ് പോണം. ഓയ്ക്കടാ ചെങ്ങായി, എന്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കണ്ട. ഞാനേ ബസ് എടുക്കാൻ വേണ്ടിട്ട് ചമ്മാട്ടിക്ക് പോവാ. ഇജ് അമേരിക്കക്ക് തന്നെയല്ലേ പോണത്, ചെന്നൈക്കല്ലല്ല. ഞാൻ പോട്ടെ. എന്നാ പോയിക്കോളെ, ഇതിന്റെ കൂടെ ഒന്ന് പോരോ? നിങ്ങൾ കട നോക്കി, ഞാൻ ഓന്റെ കൂടെ ഒന്ന് പോയി തരാം.